അങ്ങനെ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് ഇന്നലെ മുതലേ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. പല അഭിഭാഷകരും ന്യായാധിപന്മാരും മറ്റുള്ളവരുമൊക്കെ ദിലീപ് ഒരിക്കലും നാളെ കുറ്റക്കാരനാവില്ല, പുറത്തു വരും എന്ന് പറയാറുണ്ടായിരുന്നു. എല്ലാവരോടും എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഫോണിൽ പറയാൻ കഴിയുന്നില്ല. പിന്നെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം എന്നാണ് പറയുന്നത്. എല്ലാവരും പറഞ്ഞതുപോലെ, പ്രതീക്ഷിച്ചിരുന്നത് പോലെ ദിലീപ് ഒടുവിൽ കുറ്റക്കാരനല്ല. അക്കൂട്ടത്തിൽ അദ്ദേഹത്തോട് ഒരല്പം സൗമനസ്യം കാട്ടി ഒരാൾ പറഞ്ഞു, ഇനി ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, സമൂഹം നന്നായി ശിക്ഷിച്ചല്ലോ, സമൂഹമെങ്കിലും വേണ്ട വിധം ശിക്ഷ കൊടുത്തല്ലോ, അതിനുശേഷം അയാളുടെ ഒരു പടം പോലും ഓടിയില്ലല്ലോ, ജനങ്ങൾ കാണാൻ പോയില്ലല്ലോ, ജനകീയ കോടതിയിൽ അയാളാണ് സൂത്രധാരൻ എന്നെല്ലാവർക്കും അറിയാമല്ലോ. ഇവരൊക്കെ ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു പ്രേരണയില്ലാതെ വെറുതെ ഇങ്ങനെ ആക്രമിക്കുമോ? അതിൻ്റെ കാരണങ്ങൾക്ക് കാര്യമായ ആളിനെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാ ശിക്ഷാവിധികളെയും പോലെ അതിനെ നോക്കി ചിരിക്കാം എന്നാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ പറഞ്ഞത്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ പൾസർ സുനി പ്രതിയാണ്, 1 മുതൽ 6 വരെയുള്ള ബാക്കി പ്രതികളൊക്കെയും പ്രതിയാണ്. ദിലീപ് കുറ്റക്കാരനല്ല. പിന്നെ നിയമവ്യവസ്ഥയിൽ തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ തെളിവുകൾ, അത്തരം കാര്യങ്ങൾ ഒക്കെയും ഈ പറയുന്ന ഹാജരാക്കുമ്പോൾ, പരിശോധിക്കപ്പെടുമ്പോൾ 28 പേർ കൂറുമാറിയ ഒരു കേസ് കൂടിയാണ് ഇതെന്ന് ഓർക്കണം. ആ 28 പേരും, അതിൽ മഹാഭൂരിപക്ഷം പേരും ആരാ? നമ്മൾ അബ്രപാളികളിൽ കൈയടിക്കുന്ന, നല്ല ഡയലോഗുകൾ പറഞ്ഞ് ഈ രാഷ്ട്രീയക്കാരെയും അതുപോലെയുള്ള പൊതുപ്രവർത്തകരെയും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പ്രമുഖരായ ആളുകളാണ് ഈ കൂറുമാറിയത്. ഈ കൂറുമാറ്റം കൊണ്ട് തന്നെ അതിൻ്റെ ദിശ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. കൂറുമാറാത്ത ചിലരൊക്കെ ബന്ധപ്പെട്ടതിനെക്കുറിച്ചുമുള്ള ഈ കരക്കമ്പികൾ ധാരാളമായി പലയിടങ്ങളിലുമുണ്ട്. ഏതായാലും ആ സാഹചര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോൾ ഞാനിന്ന് രാവിലെ അല്പസമയത്തേക്ക് ഒരു കുറിപ്പിട്ടിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കിത് എന്തിൻ്റെ കേടാന്ന് വിചാരിച്ച് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്തു. അതായത്, എന്തുകൊണ്ടായിരിക്കും ദിലീപ് അത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ റിലീസ് പോലും ഈ വിധിക്ക് ശേഷം മതി എന്ന നിലയിൽ മാറ്റിവെച്ചതായിട്ടൊക്കെ വാർത്ത കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസമായിരുന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ് ആത്മവിശ്വാസം വരേണ്ടത്. ഒന്ന്, അദ്ദേഹം തെറ്റ് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഈ വിധിയാണ് വരാൻ പോകുന്നതെന്ന് അദ്ദേഹം നന്നായി അറിഞ്ഞിരിക്കാം. രണ്ടായാലും ഈ പറയുന്നത് പോലെ ഇത്രയും കാലത്തെ പോരാട്ടത്തിനൊടുവിൽ 85 ദിവസം ജയിലിൽ കിടന്നത് മാത്രം മിച്ചമാക്കി അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കുറ്റവിമുക്തനാക്കപ്പെടുകയാണ്. പക്ഷേ ആ കുറ്റവിമുക്തനാക്കപ്പെട്ടതിൻ്റെ ജഡ്ജ്മെൻറ്റിലും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ, അല്ലെങ്കിൽ ആ വിധിയെ സംബന്ധിച്ച പോസ്റ്റുകളിലുമൊക്കെ നോക്കിയാൽ ജനം മുഴുവൻ ഇത് സംഭവിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങളെന്നുള്ള നിലയിൽ അവരുടെ ബോധ്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഒരു വിഷമം കൂടിയുണ്ട്. ഈ ദിലീപിന് വേണ്ടി ഘോരാഘോരം ബാധിച്ച നമ്മുടെ രാഹുൽ ഈശ്വർ വേറൊരു ഗർഭത്തിൻ്റെ പേരിൽ ജയിലിൽ കഴിയുകയാണ്, ജാമ്യം പോലും കിട്ടാതെ. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം രാഹുൽ ഈശ്വറിൻ്റെ കൂടി ദിവസമാകേണ്ടതായിരുന്നു. പക്ഷേ വിധി അദ്ദേഹത്തെ അനുവദിച്ചില്ല. ഏതായാലും ദിലീപ് കുറ്റവിമുക്തനാണ്. പിന്നെ പൊതുസമൂഹത്തിന് ആശ്വസിക്കാനൊരു കാര്യം ഞാൻ പറയാം. ഈ ദുനിയാവിലെ വിചാരണയും സാക്ഷികളും അത്തരം വിധി പ്രസ്താവനകളുമൊക്കെ ഇങ്ങനെയൊക്കെ നടക്കൂ. അതുകൊണ്ടാണ് ഈ വിശ്വാസികളായ മനുഷ്യർ ഒരു പരലോകമുണ്ടെന്നും അവിടെ ഒരു വിചാരണയുണ്ടെന്നും അവിടെയാണ് ഈ ജീവിതത്തെ യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യാൻ പോകുന്നതെന്നും അവിടെ സിദ്ദീഖിന് കൂറുമാറാനൊക്കത്തില്ലെന്നും അവിടെ ഈ മൊഴി പറഞ്ഞവരൊന്നും മാറ്റാൻ പറ്റത്തില്ലെന്നും അവരാരും മൊഴി പറയുന്നത് വായ കൊണ്ടല്ലെന്നും വായ അങ്ങ് നന്നായി സീൽ ചെയ്ത് നാക്കുമൊക്കെ അങ്ങ് മൂടി കെട്ടിവെച്ചതിന് ശേഷം പ്രവർത്തിച്ച അവയവങ്ങളാണ് ഈ സൃഷ്ടിച്ച തമ്പുരാനോട് വിചാരണയ്ക്ക് മറുപടി പറയുന്നത് എന്നും പറയുന്നതിൻ്റെ ഒരാവശ്യകത, അതിൻ്റെ ഒരു ലോജിക്കൽ സയൻസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഇതൊക്കെ ദുർബലമായ സയൻസ് ആണല്ലോ. ഫോറൻസിക് റിപ്പോർട്ട് ഇതെല്ലാം മനുഷ്യൻ കൈകാര്യം ചെയ്യുന്നതാണല്ലോ. മനുഷ്യൻ കൈകാര്യം ചെയ്യപ്പെടുന്നതിൻ്റെ അത്രയും മലീമസമാകുന്ന വേറൊന്നുമില്ല. അപ്പോൾ അതല്ലാത്ത ഒരു മനുഷ്യനല്ലാത്ത ഒരു ഉടയതമ്പുരാൻ, സൃഷ്ടാവ് കൈകാര്യം ചെയ്യുന്ന ഒരു വിചാരണയിലെ എല്ലാ സത്യവും നീതിയും പുറത്തു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് തന്നെ ഉത്തരം.